അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശരിക്കും സീനത്ത് തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിനെ ഓർത്തുപോയി. ഷെഫി ഉസ്താദ് എന്ന് വെച്ചാൽ വളരെയധികം ലോലഹൃദയനായിരുന്നു. വളരെയധികം സൗമ്യമായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു. എല്ലാം കൊണ്ടും അത് വളരെയധികം സൂക്ഷ്മമായി ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ഷെഫി ഉസ്താദ്. അതെ, അദ്ദേഹം പഠിച്ച വലിയൊരു പണ്ഡിതൻ എന്നതിലുപരി ഒരു ഹാഫിള് എന്നതിലുപരി നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു മകൻ എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കാം. സത്യമായിട്ടും ഞാനായിട്ടെൻ്റെ ജീവിതം നശിപ്പിച്ചതാണ് സീനത്ത് മനസ്സിൽ വിചാരിക്കുകയാണ്. അതെ, ഞാനായിട്ട് തന്നെ, മറ്റാരുമല്ല, ഞാൻ തന്നെ. ആരും എന്നെ നിർബന്ധിച്ചതല്ല, ഞാൻ എൻ്റെ ഇഷ്ടം കാട്ടിക്കൂട്ടി. എന്നാൽ ഇപ്പോഴിതാ തൻ്റെ രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് അതാ ശരിക്കും ഷമീർ അദ്ദേഹം എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഒരു നിമിഷം അവളുടെ മനസ്സിൽ ചെറിയൊരു ഭയം. അതെ, അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ കൂടി ആണ് എന്നുള്ളത് അധികം വൈകാതെ തന്നെ അവൾ തിരിച്ചറിഞ്ഞു. റബ്ബേ, പോലീസുകാരെന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് ചെറുപ്പം മുതൽ തന്നെ. കാരണം പോലീസുകാരെന്ന് വെച്ചാൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. കൂടുതൽ തമാശയും കൂടുതൽ കൊഞ്ചിക്കലും ഒന്നും ഉണ്ടാവില്ല. ഉള്ള കാര്യം അവർ തുറന്നു പറയുമായിരിക്കും. എന്നാൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹം തന്നോട് ഇങ്ങനെയാണ് പറയുന്നത്. സീനത്ത്, അവൾ പതുക്കെ ഒന്ന് മൂളി. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീനത്തിനോട് സംസാരിക്കാനുണ്ടെന്നുള്ളത്. അതെന്താ? ഞാൻ പറയാം. സീനത്തെ, ഇതുവരെ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? അത് എനിക്ക് അങ്ങനെയൊന്നും. പറ, എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ ഇല്ലയോ? അതെ, നീ ആഗ്രഹിച്ച പോലൊക്കെ ജീവിച്ചല്ലോ. എന്തെങ്കിലും നേട്. എന്താ നേടിയോ? സന്തോഷം നേടിയോ? ദുഃഖം നേടിയോ? ശരിക്കും ഒരു പോലീസ് സംസാരിക്കുന്ന പോലെയാണ് ഷമീർ സംസാരിക്കുന്നത്. അവൾക്കൊരു ഭയം തോന്നി. എന്താ സീനത്തെ, നീ പേടിക്കാതെ കാര്യം പറ. ഞാൻ നിന്നോട് ഒന്നുകൊണ്ടുമല്ല, നിന്നോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാമെന്ന് മാത്രം. ഇതുവരെയുള്ള ജീവിതത്തിൽ നീ എന്തെങ്കിലും നേടിയോ? പെണ്ണ് കാണാൻ വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുക എന്നിവരെ അവൾ അത്ഭുതപ്പെട്ടു. അത് ഇല്ല, ഞാൻ ഒന്നും നേടിയില്ല അല്ലേ? ഇപ്പം എന്ത് തോന്നുന്നു? ഒരിക്കൽ പോലും ഇനി അങ്ങനെ ഒരു ചതിയിൽ പെട്ടുപോവില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ട് നിനക്ക്? പിന്നെ പറ്റാനുള്ളതൊക്കെ പറ്റി. ഇനി പഴയത് ആലോചിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും പടച്ച റബ്ബിനോട് പൊറുക്കലിന് തേടുക. പക്ഷേ എനിക്കൊരു ഡിമാൻഡ്സുകളുണ്ട് കുറച്ച്. ആ ഒരു ഡിമാൻഡ്സിനനുസരിച്ച് നീ നിൽക്കുന്ന എനിക്കറിയാം. ഞാനൊരു വാർണിംഗ് ആയിട്ട് ഞാൻ തരണത്. അതിനൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ റൂഹിൻ്റെ പാതിയാക്കാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഇടനെഞ്ചിലേക്ക് നിന്നെ കയറ്റും. എന്താ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ നിനക്ക് കഴിയുമോ? ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഹേയ്, കരയൊന്നും വേണ്ട. ഇവിടെ കരച്ചിലിനല്ല പ്രസക്തി. നീ എനിക്ക് വാക്ക് തരണം. വാക്ക് തന്നേ തീരൂ. ഷെഫി ഉസ്താദിനെ പറ്റിയ അബദ്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പറ്റരുത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് നിനക്കും തന്നെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം. ശരിക്കും പഠിച്ചോനെ, ഇത് ഷെഫി ഉസ്താദിനെ പോലെ ഒന്നല്ലല്ലോ. കുറച്ച് സ്ട്രോങ് ആണ്. പക്ഷേ സ്ട്രോങ് ആണെങ്കിലും കൂടിയിട്ട് നല്ല തന്നെ സേഫാക്കും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ സീനത്ത്, നീ ഒന്നും മിണ്ടാത്തത്? അധിക പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞ ഡിമാൻഡ്സുകൾ ഞാൻ നിൻ്റെ മുമ്പിൽ നികത്തുക കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറാവും. ഒരുപക്ഷെ നിനക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അവൾക്ക് ഭയം തോന്നി. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂടെ കൂട്ടാൻ പോവാണ്. അതിന് മുമ്പുള്ള ഡിമാൻഡുകളാണ് ഞാൻ പറയുന്നത്. അതിൽ ഓക്കെ ആണെങ്കിൽ, അതിലൊരു 50% ഓക്കെ ആണെങ്കിലും ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകും. പിന്നീട് ഒരിക്കലും നിനക്ക് വിഷമിക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. കാരണം ഒരാൾക്ക് പോലും നിന്നെ ഞാൻ തൊടാനോ ഒന്നിനും സമ്മതിച്ചു കൊടുക്കില്ല. നീ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയി അവൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ച് ഒരുപാട്
വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നൊക്കെ ഓക്കെ, മനുഷ്യനല്ലേ, തെറ്റൊക്കെ പറ്റിപ്പോകും. ഒരു പ്രാവശ്യം തെറ്റിയെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കരുത് കേട്ടോ. പൊറുക്കലിന് തേടുക, തൗബ തേടുക പടച്ച റബ്ബിനോട്. പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് ഇതാണ്, നീ തൗബ ചെയ്ത് മടങ്ങുക പടച്ച റബ്ബിലേക്ക്. അള്ളാഹുവേ, എനിക്കിങ്ങനെ തെറ്റ് പറ്റി, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റിലേക്ക് ഞാൻ വീഴില്ലല്ല എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബിനോട് നീ എന്ത് ചെയ്യുക, തൗബ ചെയ്ത് മടങ്ങുക. എന്നാൽ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഭാര്യയാകുന്ന സ്ഥിതിക്ക് എൻ്റെ ഭാര്യയെ മറ്റൊരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല. അതായത് നിൻ്റെ സൗന്ദര്യം അതെനിക്ക് വേണ്ടി മാത്രം, അല്ലാതെ എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്ന് ഓപ്പണായിട്ടങ്ങനെ. എന്ന് വെച്ചാൽ നീ പുറത്തിറങ്ങുമ്പോഴേ നിക്കാബ് ധരിക്കണം എന്നാണ്. അതെനിക്ക് എൻ്റെ നിർബന്ധമാണ്. അതിനിപ്പോൾ ഞാൻ എന്തൊക്കെ തന്നെയാണെങ്കിലും, നീയല്ല വേറൊരു പെണ്ണിനാണെങ്കിലും കല്യാണം കഴിക്കുന്നതാണെങ്കിലും അതെനിക്ക് നിർബന്ധമാണ്. എൻ്റെ പെണ്ണിൻ്റെ മുഖം പരസ്യമായിട്ട് വെളിവാക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം. എന്ന് വെച്ചൊരു അഹങ്കാരം എന്നല്ല, എന്നതിലപ്പുറം നിന്നോടുള്ള ഒരു സുരക്ഷ. ഓർമ്മയുണ്ടോ, ഹോസ്പിറ്റലിലേക്ക് പരിശോധിക്കാൻ പോകുന്ന സമയത്ത് ആദ്യമായി ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നതെന്ന്? എന്തായിരുന്നു? ഹിജാബ്. അതെ, അതെന്തുകൊണ്ടായിരുന്നു? അത് എന്നാരും ഉപദ്രവിക്കരുത്, കാണരുത്. യെസ്, അതാണ് ഒരു പെണ്ണും ഉപദ്രവിക്കപ്പെടരുത്, ആക്രമിക്കപ്പെടരുത് എന്നതുകൊണ്ട് മാത്രമാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട വസ്ത്രം നിനക്ക് വേണ്ടി നൽകിയത്. അത് നിൻ്റെ ജീവിതത്തിൽ ഉടനീളം നീ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് തൗബ ചെയ്ത് മടങ്ങുക, ഒന്ന് നിക്കാബ് ധരിക്കുക. ഓക്കെ. പിന്നെ എൻ്റെ അനുവാദം ഇല്ലാതെ പുറത്ത് പോകരുത് എന്ന് വെച്ചാൽ തീരെ പോകണ്ട എന്നല്ല. അതെ, നമുക്ക് രണ്ടുമൊക്കെ ഒരുമിച്ച് പോകാം. ഒറ്റയ്ക്ക് മിണ്ടാതെയും പറയാതെ, ഉമ്മയോട് പറയാതെ, എന്നോട് പറയാതെ നിൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് പാടില്ല. അതൊരിക്കലും ഒരു പെണ്ണിന് നല്ലതല്ല. എപ്പോഴും ഒരു പെണ്ണിന് ഏറ്റവും സുരക്ഷിതത്വം ഒന്നുകിൽ അവളുടെ പിതാവ്, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ്, അതുമല്ലെങ്കിൽ അവളുടെ മകൻ. അതാണ്. നിനക്കറിയില്ലേ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് വിളിച്ചു കൂവി നടക്കുന്നവരോട് എന്താണ് അവർക്ക് ഇസ്ലാം കൊടുത്ത സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ഉണ്ടോ? ഇല്ല. എവിടെ ഒരു മതത്തിലും ഇല്ല. ഏതോ ഒരു കവി പാടിയതായിട്ടുണ്ട്, പിതോരക്ഷിത് കൗമാരേ ഭർത്തോരക്ഷിത് യൗവനേ പുത്രോരക്ഷിത് വാർദ്ധക്യ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ എന്താണ് സ്വാതന്ത്ര്യം? അവർ സംരക്ഷിക്കാൻ അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ പിതാവുണ്ട്, യൗവനകാലത്ത് അവരുടെ ഭർത്താവുണ്ട്, വാർദ്ധക്യകാലത്ത് അവരുടെ മകനുണ്ട്. അതിനു മേലെയുണ്ടോ ഒരു സ്ത്രീയുടെ സംരക്ഷണത്തെക്കുറിച്ച്? ഇതിനേക്കാൾ വലിയൊരു കവിത എന്താ ഉള്ളത്? ശരിക്കും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേട്ടപ്പോൾ ഒരു സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഫീലാണ് അവൾക്ക് തോന്നിയത്. എന്താ സീനത്തെ, നിന്റെ പിതാവ് സംരക്ഷിക്കും, അത് കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവ്, അത് കഴിഞ്ഞാൽ നിൻ്റെ മകൻ. നിനക്കൊരു മകനുണ്ട്, അതുകൂടി ഓർക്കണം. അള്ളാഹു നൽകിക്കഴിഞ്ഞതാണ് അനുഗ്രഹം. അതും ആ ഹാഫിളായ ഷെഫി ഉസ്താദിൻ്റെ പൊന്നു മോന്. എൻ്റെ നെഞ്ച് പിടക്കാണ്, എൻ്റെ ഹൃദയം പൊട്ടിപ്പോവാണ് ആ കുഞ്ഞിനെ കാണുമ്പോൾ. അതെ, ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞ പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തെ ചതിച്ചു പോകാൻ നിനക്കെങ്ങനെ? എന്നാൽ അത് കേട്ടപ്പോൾ സീനത്തിൻ്റെ കണ്ണുകളൊന്നും ഇല്ല, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല, പക്ഷേ എൻ്റെ നെഞ്ച് നീറാണ് അദ്ദേഹത്തെ കാണുമ്പോഴേ. നിസ്സഹായമായ അവസ്ഥയിൽ എന്ത് ചെയ്യണം റബ്ബേ എൻ്റെ ജീവിതത്തിൽ എന്ന് അത്രക്കും വിഷമകരമായ രീതിയിൽ അദ്ദേഹം ദയനീയമായ മുഖത്തോടു കൂടി ഇരിക്കുന്ന ആ രംഗം, അത് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട്. അതെ, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഞാൻ കെട്ടിയ പെണ്ണ് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴേ എനിക്ക് സഹിക്കൂല. ആ നിമിഷം ഞാൻ അടിച്ച് കൊന്നിരിക്കും. അതെ, 2 പേരെയും അത്രക്കും ദേഷ്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഷെഫി ഉസ്താദിനെ പോലെ അത്ര പാവല്ല. കാര്യം ഞാൻ എന്തും ചെയ്യും, പക്ഷേ അല്പം സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് വെച്ചാൽ നിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം. നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ വിജയം. പെണ്ണുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പെണ്ണുങ്ങളെ നല്ല രീതിയിൽ അതിനുവേണ്ടി ഇസ്ലാം എത്രമാത്രം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലേക്ക് വരെ സ്ത്രീകൾ പോകരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു പക്ഷേ ആക്രമിക്കപ്പെടാം, എന്തെങ്കിലും ആവാം. ഹൈറുല്ലഹുന്ന ബുയൂത്തഹുന്ന,
എന്നാണ് മനസ്സിലായോ? സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം. അതിപ്പോൾ പറഞ്ഞല്ല, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ലല്ലോ. അതെല്ലാം തട്ടിമറിച്ചുകൊണ്ട് എനിക്കെൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കണ്ടവരെ ആളുകളുടെയൊക്കെ കൂടെ ഇറങ്ങി നടന്നിട്ട് അതിൽ എന്ത് സേഫ്റ്റിയാണ് ഉള്ളത് അവരുടെ കാര്യത്തിൽ? എനിക്ക് പറയാനുള്ളത് പറഞ്ഞെന്ന് മാത്രം. നിന്നെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല. എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് സുന്നത്ത് പിടിക്കണം, അതൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. അതൊന്നും നമുക്ക് സുന്നത്താണ്. പക്ഷെ നിർബന്ധമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തേ തീരൂ. അത് നമസ്കാരം, 5 നേരത്തെ നമസ്കാരം, നോമ്പ് പിടിക്കൽ, സക്കാത്ത്, അതൊക്കെ. അതിൽ ഫസ്റ്റത്തെ നിസ്കാരം ഒഴിവാക്കാനേ പാടില്ല. എൻ്റെ കൂടെ വരുമ്പോൾ ഒരു വക്തും കളാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ ഏതൊരവസരത്തിലാണെങ്കിലും എനിക്കത് ഇഷ്ടമല്ല. അത് എവിടെ നിന്നാണ് ബാങ്ക് കേൾക്കുന്നത് ആ ഒരു സമയം പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് ബാക്കി. പിന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഏതൊരു പെണ്ണിനോടും പറയാൻ, ഇതിനൊക്കെ പാലിക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് നിസ്കരിക്കണം, പുറത്തിറങ്ങുമ്പോൾ ഹിജാബ് ധരിക്കണം, പിന്നെ വെറുതെ കണ്ട പോലെ ഉമ്മയോടും എന്നോടും ഉപ്പയോടൊന്നും ചോദിക്കാൻ ഇഷ്ടം പോലെ നടക്കാൻ പാടില്ല. അത് കുറച്ച് മാനദണ്ഡങ്ങൾ തന്നെയാണ്. അതൊക്കെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ നെഞ്ചിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരും. അതുമാത്രമല്ല, ഒരിക്കൽ പോലും നിൻ്റെ ഒരു കുട്ടി തൊടില്ല എന്ന് മാത്രമല്ല, അതിന് കഴിയില്ല. അതിന് ഷമീർ സമ്മതിക്കില്ല. ശരിക്കും നല്ല പ്രൗഢഗംഭീരമായ ആ ഒരു ശബ്ദത്തോടു കൂടി അദ്ദേഹം അത് സംസാരിക്കുമ്പോൾ സീനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നെങ്കിലും അവൾക്കതിലേറെ സമാധാനമാണ് തോന്നിയത്. അതെ റബ്ബേ, എന്നെ സംരക്ഷിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതുണ്ട്. അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങുക എന്ന് വെച്ചാൽ ഏറ്റവും സേഫ്റ്റിയായ വസ്ത്രം അതാണ് ഒരു പെണ്ണിന്. പിന്നെ നിസ്കാരം 5 വക്ത് എന്നും നിസ്കരിക്കണം. അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. അതും നല്ല കാര്യം തന്നെയാണ്. ഉമ്മയുടെയും എൻ്റെയും ഉപ്പയുടെയും സമ്മതമില്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല. അതെ, അതും നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കും. ഇതുവരെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ റബ്ബേ, ഒരിക്കലും ഇനി അങ്ങനത്തെ. അവൾ ആലോചിച്ചു, രാജേഷിനെ കുറിച്ച് ആലോചിച്ചു. അവൾ റൂമിൽ പൂട്ടിയിട്ട് ഇടയ്ക്ക് അവൻ കയറി വരും. കയറി വന്നിട്ട് അവളോട് പറയും, എണീക്കടി, 2 പേര് വരുന്നുണ്ട് നിന്നെ കാണാൻ. എന്നാൽ അവൾ അലറിക്കരയും, വേണ്ട എന്ന് പറഞ്ഞ്. പക്ഷേ സമ്മതിക്കാത്ത പക്ഷം അവൻ്റെ ആ ഒരു ബൂട്ടിട്ട് കാലുകളിൽ കൈകളിൽ അമർത്തി ചവിട്ടി രക്തം പൊടിയുന്ന ആ ഒരു രീതിയിൽ, അതെ, ഭക്ഷണം കഴിക്കുവാനും ഇരിക്കുവാനും ഒന്നും പിടിക്കുവാനും കഴിയാത്ത അവസ്ഥ. മുഖത്ത് തുരുതുരെ തല്ലും. അതെ, വായിൽ നിന്ന് വരെ രക്തം വരുന്ന രീതിയിൽ പല രീതിയിൽ അടിച്ചിട്ടുണ്ട്. തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്ന് ആജ്ഞാപിക്കും. അങ്ങനെ ഞാൻ നരകിച്ച ആ നിമിഷത്തിൽ റബ്ബേ, ഞാൻ ഓർത്തു പോയ പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ തന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു യുവാവ് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. റഹ്മാനെ, അല്ലാ. എന്നാൽ തീർച്ചയായും സീനത്തിന് അത് വളരെയധികം ഇഷ്ടപ്പെടുകയായിരുന്നു. അദ്ദേഹം തൻ്റെ സുരക്ഷാ വലയങ്ങൾ മാത്രമാണ് പറഞ്ഞത്. തനിക്ക് വേണ്ടിയുള്ള സുരക്ഷയ്ക്ക് തെറ്റായതായിട്ട് അയാളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം സിമ്പിളാണ്, അത് എളുപ്പത്തിലുള്ളത്, എല്ലാം ചെയ്യുന്നതുമാണ്. അതിലേറ്റവും എനിക്ക് അനുയോജ്യമായിട്ട് തോന്നിയത്, അതെ, എൻ്റെ പവിത്രമായ വസ്ത്രം, അദ്ദേഹം നൽകിയ ഹിജാബ് തന്നെയായിരുന്നു. അതെ, ഒരു തെറ്റുകളും ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത് മുഖം മറക്കുക എന്നുള്ളതാണ്. കാരണം മുഖം നോക്കുമ്പോഴാണ് സൗന്ദര്യം അറിയുന്നത്. കണ്ണുകളിൽ നിന്നാണ് ഇബ്ലീസ് തെറ്റുകളിലേക്ക് ചൂണ്ടിക്കാണിപ്പിക്കുന്നത്. അതെ, താൻ അണിഞ്ഞൊരുങ്ങിപ്പോകും എന്നും. എന്നാൽ അവനതെല്ലാം കണ്ടു. അവൻ എന്നെ വലയിൽ വീഴ്ത്തണമെന്ന് വിചാരിച്ചു. ഒടുവിൽ ഞാനവൻ്റെ വലയിൽ വീണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നീട് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥ. റബ്ബേ, ശരിക്കും അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അല്ലാ, അൽഹംദുലില്ലാ. ഇതൊക്കെ
ഇൻഷാ അല്ലാ ഏറ്റെടുത്തോളാം. ഇതൊന്നും അത്ര ഭാരമുള്ളതല്ല, എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള മാത്രമാണ്. എന്നാൽ അവളുടെ കണ്ണുകൾ നിറയുന്നത് ഷമീർ ശ്രദ്ധിച്ചു. സീനത്തെ, ഞാൻ പറഞ്ഞതിൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞോ. ഇല്ലിക്ക, ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, പാവപ്പെട്ട ഷെഫി ഉസ്താദാണ് നിൻ്റെ ആദ്യ ഭർത്താവ്. ഒരു പക്ഷേ ഈ ദുനിയാവിൽ ഞാനും നീയും ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിരിക്കും, പക്ഷേ നാളെ മഹ്ഷറയിൽ ആദ്യ ഭാര്യ ആദ്യ ഭർത്താവായിരിക്കും നിൻ്റെ കൂടെ ഉണ്ടാവുക. മനസ്സിലായല്ലോ? എന്നാൽ അത് കേട്ട് അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ, അല്ലാ. സാരല്ല, അത് മരണത്തിന് ശേഷമല്ലേ. അതിനു മുമ്പായിട്ട് നമുക്കിവിടെ ജീവിതത്തിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അതൊക്കെ ചെയ്യണം. പിന്നെ നീ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു കാര്യം ഒന്നും കൂടി വിപുലീകരിക്കണം. അതെ, ഞാൻ നിനക്ക് ഓൺലൈൻ ക്ലാസ്സിനുള്ള എല്ലാ സംവിധാനങ്ങളും വീട്ടിൽ ചെയ്തുതരും. നീ പെൺകുട്ടികൾക്ക് ഇൽമ പഠിപ്പിച്ച് കൊടുക്കണം. അതെ, അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും. അതായത് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറേ ടിപ്സുകൾ, നല്ല നല്ല ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരും. അതിൻ്റെ വിശദീകരണവും തരും. അത് നീ പഠിപ്പിച്ചു കൊടുക്കണം അവർക്കെല്ലാം. ഒരു പെൺകുട്ടിയും തെറ്റിലേക്ക് പോകരുത്, അതിനു വേണ്ടിയുള്ള ഒരു ക്ലാസ്. മനസ്സിലായല്ലോ? അതെ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. അതിൽ നിന്ന് നിനക്കൊരു ജോലി കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിനക്ക് നിൻ്റെ ആവശ്യങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാത്ത രീതിയിൽ. ശരിയാണ്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നിരിക്കും. പക്ഷെ അങ്ങനല്ല, ഒരുപക്ഷെ നിൻ്റെ കൈകൾക്ക് മുമ്പിൽ ഒരാൾ കൈനീട്ടുകയാണെങ്കിൽ ഒരു സ്വതക്കയായിട്ട് നൽകാനെങ്കിലും ഒരു ജോലി എന്നുള്ള നിലക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ നിനക്ക് സെറ്റാക്കി തരും. ഇൻഷാ അല്ലാ. എന്താ, പറ്റില്ലേ? സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട, അതെ, ഷമീർക്കയുടെ ആ ഒരു വാക്കുകൾ കേട്ട അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ. പഠിച്ചോനെ, ഞാൻ വിചാരിച്ചു വലിയ എന്തെങ്കിലും ടാസ്ക് ആയിരിക്കുന്നേ, ഇതൊക്കെ സിമ്പിളാണല്ലോ. അല്ലാ, അവൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷിച്ചു. അവർ പുറത്തിറങ്ങി. എല്ലാവരും കാത്തു നിൽക്കുന്നു. എന്തായിടാ, പെണ്ണുങ്ങളിൽ കുറച്ച് ലോങ്ങായി പോയോ? പലരും കളിയാക്കി. അല്ല, കാര്യങ്ങൾ കുറച്ച് പറയാഞ്ഞാലേ. അതേ തന്നെ നന്നായി, ആസിഫ് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ അല്ലേ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ അത് അനുസരിച്ചിട്ടുമുണ്ട്. ആയിക്കോട്ടെ, എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ആ പിതാവിനോട് പറയുന്നു, എന്നാൽ പിന്നെ അധികം നീട്ടിയിടണ്ട, നിക്കാഹിനുള്ള ഡേറ്റ്. അത് ഷെഫി ഉസ്താദ് ബത്തൂലും പോകാൻ വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞല്ലോ, അവരുടെ നേതൃത്വത്തിൽ തന്നെ ആയിക്കോട്ടെ നിക്കാഹ് കേട്ടോ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ നിക്കാഹിനുള്ള ദിവസം ഉറപ്പിക്കുന്നു. ഇൻഷാ അല്ലാ, നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. അങ്ങനെ അതാ ഡേറ്റും കാര്യങ്ങളും എല്ലാം നോക്കി എന്നാൽ നമുക്ക് പിരിയാം ഇൻഷാ അല്ലാ. എന്നാൽ സത്യം പറഞ്ഞാൽ അതെ, അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. അല്ലാ, എൻ്റെ സീനത്ത് വീണ്ടും വരിക എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം മോനെ. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും ആയിക്കോട്ടെ, അവൾ സുരക്ഷിതമായി നിൽക്കട്ടെ, അല്ലാത്ത പക്ഷം അവളുടെ ജീവിതം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ല. എന്തൊക്കെ തന്നെയാലും എൻ്റെ ഷെഫിയും ബത്തൂലും സന്തോഷകരമായി ജീവിക്കൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവർക്കൊരു ജീവിതം കിട്ടട്ടെ, അതുതന്നെയാണ് നല്ലത്. എന്നാൽ എനിക്ക് എൻ്റെ പൊന്നും മോനടുക്ക് കാണുകയും ചെയ്യാം, നോക്കുകയും ചെയ്യാം. അതെ, ആ ഉമ്മയുടെ മനസ്സിലും സന്തോഷം. നേരെ അത് ഷെഫി ഉസ്താദിൻ്റെ അടുത്തേക്ക്, മോനെ. ഉമ്മ, മോന് സന്തോഷമായില്ലേ? അതെ ഉമ്മ, സന്തോഷം. ഇപ്പോഴാണ് എനിക്ക് റാഹത്തായത്. മറ്റേത് അവളുടെ അങ്ങനെയുള്ള ജീവിതത്തിൽ വളരെയധികം സങ്കടമായിരുന്നു. ഇപ്പം എനിക്ക് സമാധാനമായി. അതെ, എന്തൊക്കെ തന്നെയാലും ഷമീർ അവൻ എങ്ങനെയെന്ന് വെച്ചാൽ അവളെ നോക്കിക്കോളും. അവന് അല്പം സ്കില്ലുണ്ട്, അതുമാത്രമല്ല ധൈര്യമുണ്ട്. പോരാത്തതിന് ഒരു പോലീസ് ഓഫീസർ കൂടിയാണ്. അവളുടെ പഴയ കളികളൊന്നും ഇനി നടക്കില്ല. എല്ലാം അവനങ്ങ് സോൾവ് ചെയ്തോളെ. ഉമ്മ, ഇപ്പം എനിക്ക് സമാധാനമായി. മാഷാ അല്ലാ. ആ ഉമ്മ മകനെ കെട്ടിപ്പിടിച്ചു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. കാരണം നമ്മുടെ ഷമീറും സീനത്തും കൂടി ഒന്നായി തീരുന്ന ആ നിമിഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.